ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. കസ്റ്റമർ സർവീസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കുള്ള ചെറിയൊരു ടിപ്പാണ് ആക്റ്റീവ് ലിസണിംഗ് എന്നാണ് ഇതിന് പറയാം. നമ്മളടുത്ത് ഒരു കസ്റ്റമർ വന്ന് ചൂടായി സംസാരിക്കുന്നു അല്ലെങ്കിൽ റെഗുലറായിട്ട് സംസാരിച്ചാലും എന്താണ് അവർ പറയുന്നത് എന്ന് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് എൻ്റെ ഒരു മെൻറ്ററുണ്ട്, അദ്ദേഹം ഫറൂഖ് സിൻസായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടുണ്ട്, ലിസണിങ് ഈസ് നോട്ട് അബൌട്ട് റിയാക്ടിങ് ഓർ റെസ്പോണ്ടിങ് ബട്ട് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എന്ത് റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാളും എന്താണ് കസ്റ്റമറുടെ ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് പോസിറ്റീവായിട്ട് എങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ചാണ് കാര്യങ്ങൾ ഉണ്ടാവുക. ഈ ദേഷ്യം എന്നൊക്കെ പറയുന്നത് കേവലം ഒരു മിനിറ്റോ അല്ലെങ്കിൽ കേവലം ചില സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്നൊരു പ്രതിഭാസമാണ്. നമ്മൾ ഈ കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ആക്റ്റീവ് ലിസണിങ് എന്നുള്ള ആ ഒരു സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ അതിന് വലിയൊരു മാറ്റം നമുക്ക് നമ്മുടെ കസ്റ്റമർ സർവീസ് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേര് എയർലൈൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ലുലു പോലത്തെ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പല കസ്റ്റമറും പല മൂഡിലായിരിക്കും നമ്മുടെ അടുത്ത് വരിക, പെരുമാറുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്കില്ല്, ആക്റ്റീവ് ലിസണിങ് എന്നുള്ള സ്കില്ല് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പനിയിലായിക്കോട്ടെ, ചെറിയ ഫേമിലായാലും വലിയ ഫേമിലായാലും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഇതുപോലെ ഒരുപാട് സ്കിൽസ് നമുക്ക് ഗ്രാബ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഞാൻ ഈ കോഴ്സിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഉടക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.